തെറ്റ് എന്റേതാ രുക്മിണി. അവൻ പറഞ്ഞ് ശരിയാണ്, 100% ശരി. അവരുടെ അഗ്രഹാരം വിട്ട് അകന്നു പോകുന്ന അന്യനേക്കാൾ പൂണുമില്ലാതെ അവരുടെ ബന്ധുവാകുന്ന ദേവേട്ടനെയല്ലേ നിനക്കിഷ്ടം? വേണി എന്ന അനിയത്തിയും രാമസ്വാമി എന്ന അനിയനും നീയും ഞാനും നമുക്കിങ്ങനെ ഇവിടെ കഴിയാം. 2500 രൂപ ശമ്പളം ഞാൻ അമ്മാവനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1500 കിട്ടും. 1000 രൂപ എടുത്തിട്ട് 500 രൂപ എനിക്ക് തരണം. പരുന്തും പ്രാവൊന്നും അല്ലെന്ന് ഞാൻ പറയുന്നേക്ക്. സായിപ്പന്മാർക്ക് പുട്ടും കടലയും കൊടുത്ത് ബിസിനസ് ഉണ്ടാക്കാമെന്നാണ് എന്റെ ചേട്ടൻ വല്ലഭായിയുടെ ഐഡിയ എന്ന് എനിക്കറിയാമല്ലോ. പുട്ടും കടലയും നല്ല ഐഡിയ അല്ലേ ബായ്? ഐഡിയ നല്ലതായിരിക്കും പുട്ടും കടലയും. പക്ഷെ തനിക്ക് 300 രൂപ ശമ്പളം കിട്ടും. അനാമന തന്ത്രത്തിൽ നടക്കണ്ടേ? താൻ ഗോവയാണ്, ഗബ്രിയേലാണെന്നൊക്കെ പറഞ്ഞ് രൂപ 2000 ഞാൻ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. താൻ കടുത്തുരുത്തിക്കാരൻ ചാക്കപ്പനാണെന്നുള്ള കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ആകെ നാറും. ആ വല്ലഭായി ഇടപെട്ട് പാര വെച്ചാൽ പിന്നെ ഈ തെരപിടിച്ച് കടുത്തുരുത്തിക്ക് പോക്കോണ്ടാ മതി. രാവിലെ വാങ്ങിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മാവനെ ഏൽപ്പിക്കണം. അമ്മാവനത് എനിക്ക് തരും. പർച്ചേസ് ഞാൻ നടത്തും. പർച്ചേസ് മുർച്ചേസ് താൻ നടത്തണം. ഈ കഴുത്തിൽ തുവാല കെട്ടിയിട്ടുള്ള പിശാചിന്തിനെ ഇയാളോട് നടക്കണേ? അനാമന തന്ത്രത്തേക്ക്. പരന്തു, എനിക്കൊരു കാര്യം ഉറപ്പായി. എന്താ? ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ചുറ്റിക്കളി ഡി കർക്കടക. സമ്മതിക്കില്ല. ഗജഫ്രോഡെ അച്ചായ തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. ഞാൻ തന്നെ പറഞ്ഞതാ. പറയാൻ പോലും നാണായതുകൊണ്ടാ എഴുതി കാണിച്ചത്. സാറിന്റെ പരീക്ഷാഫലം വന്നിട്ടുണ്ട് പേപ്പറിൽ. അച്ചായന്റെ നമ്പറിന്റെ അക്കം പോലും പേപ്പറിലൊന്നും വന്നിട്ടില്ല. കാണാൻ വഴിയില്ലല്ലോ. പരീക്ഷ എഴുതിയിട്ട് വേണ്ടേ പേപ്പറിൽ നമ്പർ വരാൻ? അപ്പൊ പരീക്ഷ എഴുതിയില്ലേ? പിന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞ ഇന്നലെ ദേവേട്ടനെ കൊണ്ട് പാർട്ടി നടത്തിച്ചോ? അതുകൊണ്ട് ഇന്നലെ പാർട്ടി നടന്നു. അയ്യേ, ഇനി ദേവേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ, അതിനെന്താ? തന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ എങ്ങനെ നോക്കും? എനിക്കല്ലേ ചമ്മല്. എന്റെ അച്ചായനായി പോയില്ലേ? ചമ്മല് മാറുന്നവരെ നിന്റെ അച്ചായനല്ലാന്ന് പറഞ്ഞു. സിമ്പിൾ. അച്ചായനല്ലെന്ന് പറയണം. നാളല്ലോ വെയിലത്ത് കൊണ്ട് നിർത്തിയിട്ട് വെറുതെ വേലു കൊള്ളാതെ തള്ളത്തോട്ട് എങ്ങനെ മാറി നിൽക്കും. അവൻ റെഡിയായിട്ട് വരട്ടെ. എടാ സ്വാമിക്കൊള്ളേ, വരുന്നുണ്ട്. ഒന്ന് വേഗം വാടോ. ദേ ഇത് വെയിലത്ത് നിന്ന് കരിയുന്നു. ഇനി വേണിയമ്മാൾ ചിരിച്ച് സന്തോഷമായിട്ട് ശകുനം വന്നാട്ടെ. ഇടോ ശകുനമ്മമാളെ, യവനമല്ല ഡോക്ടറെ കാര്യം. അത് തന്നെ എന്റെ അഭിപ്രായം. അച്ചായോ, എടാ ഇതെന്ത് പറ്റി ഇവിടെ വന്ന് കുത്തിരിക്കാൻ? ഓ, ഞാൻ അറിഞ്ഞുവല്ലോ. രാവിലെ ഫിഫി വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഒക്കെ മുഖത്ത് നോക്കാൻ ഒരു നാണക്കേടും തോന്നില്ലേ? ഓ, എന്തിന് അമ്മാളെ? ഈ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഒന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വളരെ സ്ട്രിക്റ്റ് ആയ ബോർഡിംഗിലേ ഇല്ലായിരുന്നു പഠിത്തം. എപ്പ പുസ്തകം തുറന്നാലും ഡാഡിയും ബെറ്റാൻഡിയും തമ്മിലുള്ള വഴക്ക ഓർമ്മ വരുന്നു. അപ്പൊ അടച്ചു. പിന്നെ ഒരു ശീലമായി. പുസ്തകം തുറക്കുന്ന പ്രശ്നമേ ഇല്ല. ദേവേട്ടനെ വെച്ച് സ്കോച്ച് അടിക്കാൻ വേണ്ടിയല്ലേ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് കള്ളം പറഞ്ഞു? ആ ആരോപണം ശരിയല്ല. കടമായിട്ട് 5 പൈസ തന്നില്ലെങ്കിലും 500 രൂപയുടെ മദ്യം തരാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്റെ ഡാഡി പട്ടാളം ഉൾപ്പെടെ. ഇനി എന്താ പരിപാടി? അമ്മാള് പറയുന്നതൊക്കെ ചെയ്യാവേ. ഒരുപാട് റിഹേഴ്സൽ നടത്തി ഒരിക്കൽ എടുത്തൊരു രംഗമാണിതെന്ന് തോന്നല്ലോ. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, കാമുകൻ സ്റ്റൈലിലുള്ള ഡയലോഗും വലത്തെ തോളിനൊരു ചരിവും. ശരിക്കും അതെ അമ്മാളെ. ഒരു കവിത ഉൾപ്പെടെ 3-4 ലവ് ലെറ്റേഴ്സും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം. കാലത്തെ ഊരാതച്ചായ. തമാശയല്ല, ഞാൻ വളരെ സീരിയസ് ആണ്. മെനക്കേടാക്കരുത്. അച്ചായന് പ്രേമോ? ഒരു
ഉൾപ്പെടെ 3 ലവ് ലെറ്റേഴ്സ് റെഡിയാക്കിയിട്ടുണ്ടെന്ന്. പറയാൻ പറ്റത്തില്ല വേണി, ഇത്രയും നാളായിട്ട് അടുത്ത നിമിഷത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഓ എന്നൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും ആള് വെറും പാവാ. എന്താ ആലോചിക്കുന്നേ? ഞാൻ വെറുതെ ആലോചിക്കായിരുന്നു. അച്ചായൻ വേണിയെ കല്യാണം കഴിക്കുന്നതും വേണി ഞങ്ങളുടെ പട്ടാള വീട്ടിൽ താമസമാക്കുന്നതും എനിക്കിഷ്ടമാണ് കേട്ടോ. നമുക്ക് രണ്ടുപേർ കൂടെ അച്ചായനെ അറ്റാക്ക് ചെയ്യാലോ. അയ്യോ, അപ്പൊ എന്റെ പാവ രാമസ്വാമിയാണ് ഒറ്റയ്ക്കായി പോവില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഫിസിമോൾ ഇങ്ങോട്ട് വരാം. ഒരു കാര്യം ഉറപ്പാ, ഈ തടിയന്മാരുടെ ഇടയിൽ നിന്ന് വിളയ്ക്കണമെങ്കിൽ നമ്മൾ രണ്ട് സംഘടിച്ചേ പറ്റൂ. നമ്മളെ എടോ MS സുബ്ബലക്ഷ്മിയുടെ ഒരു സ്റ്റൈലും കീർത്തനം വിട്ടാട്ടെ. ഐശ്വര്യമുള്ള ഒരു പട്ടത്തിയുടെ മുഖം വരയ്ക്കണമെങ്കിൽ അവരുടെ പാട്ട് വരണം. ദേവേട്ടൻ എന്റെ അമ്മയുടെ പടം വരച്ചോണ്ടിരിക്കുക. അയ്യോ ദേവേട്ടാ, എന്റെ മമ്മിയുടെ പടം കൂടെ ഒന്ന് വരച്ചു തരുമോ? ആ ഇതൊന്ന് കഴിയട്ടെ വെച്ചേ. താ ഒരു കാര്യം ചെയ്യും, നിത്യവിശുദ്ധയാം കന്യാമറിയം എന്നുള്ള ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം സംഘടിപ്പിച്ച് വെച്ചു. തന്റെ മമ്മിയുടെയും പടം വരച്ച് കൈ തരാം. മമ്മിയുടെ പടം വരച്ചു കൊടുക്കപ്പെടും, ആളുടെ മമ്മിയുടെയും പടം വരച്ചു കൊടുക്കപ്പെടും. ക്യാബിനറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. HM എത്തിയിട്ടില്ല. എച്ചമോ? HM ഹോം മിനിസ്റ്റർ എത്തിയിട്ടില്ല. 1 മണിക്കൂറാവും. അതിന് ഞാൻ എന്താ വേണം? നമുക്ക് ഒരേ കാപ്പൊടിക്കാം. എന്താ എന്തിന്? എടാ, മിനിസ്റ്റർ ഒരാൾ കാര്യം നടക്കൂ. അയ്യോടാ, നീ മിനിസ്റ്ററും ഗവർണറും ഒന്നും കാണണ്ട. നീ ആ സെക്ഷനിൽ പോയി ചോദിച്ചാൽ മാത്രം മതി. സർ, സബ് ഇൻസ്പെക്ടർ സെലക്ഷൻ കിട്ടിയവരുടെ ലിസ്റ്റിൽ നിന്നും അടുത്ത ബാച്ചിനെ എപ്പോഴാ ട്രെയിനിങ്ങിന് വിളിക്കുക ഒന്ന് നോക്കി പറയാമോ സാർ? ഇത്രേ ഉള്ളു കാര്യം. എടാ, ഇത് സെക്രട്ടേറിയറ്റ് ആണ്, കാളച്ചന്തയല്ല. നീ പറയുന്ന സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അയ്യോടാ, ഒരു മിനിസ്റ്റർ, ഒരു ഡിപ്പാർട്ട്മെന്റ്. ഞാനിപ്പോ ഡിപ്പാർട്ട്മെന്റ് പോകണമെങ്കിൽ മിനിസ്റ്ററുടെ ടേബിൾ കടന്നു വേണം പോകാൻ. അതെ, പോണം. പൊയ്ക്കോ. പോകുന്നതിൽ പ്രശ്നമില്ല. ഞാൻ പോയി ഡിപ്പാർട്ട്മെന്റിൽ ഇക്കാര്യം തോമസ് ഊട്ടെടുത്തോ രാമേന്ദ്രന്റെ അടുത്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ അതുവഴി വന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പസം തെറ്റും. ഈടാ, അതിന് നിങ്ങളുടെ ഇരിപ്പത്തിനാ തെറ്റുന്നത്. ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇടാ, ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് അങ്ങനാ, വെരി ക്ലോസ്. ചുരുക്കത്തിൽ സംഗതി നടക്കുകയല്ലെന്നർത്ഥം. ഒരിക്കലും ഇല്ല. റീത്ത നടന്നോളൂ, ഞാൻ വരാം. നീ ഇവിടെ വെയിറ്റ്. ഞാൻ റീത്തയുടെ ഒരു മാർക്ക് ലിസ്റ്റ്. അല്ലേ വേണ്ട, നീ കോപ്പി വെച്ച് വെയിറ്റ്, ഞാൻ അവിടെ വരാം. അല്ലേ വേണ്ട, ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീത്തയുടെ മാർക്ക് ലിസ്റ്റ് എടുത്ത്. പോടാ. വെയിൽ കൊള്ളണ്ട, കറുക്കും. യൂസ് ഡെൽറ്റ ക്രീം. ഏതാ ഈ പുതിയ കുസുമോ? എന്താ മണപ്പിക്കാൻ തോന്നുന്നു? വിരോധമില്ലെങ്കിൽ ഒരു വിരോധവും ഇല്ല. ഒന്ന് എണീറ്റേ. എണീക്ക്. ഓക്കേ. ആ മഡ്ഗാർഡ് ഒന്ന് ഊരിക്കേ. ഊരി. അയ്യടാ, കണ്ടേച്ചാലും മതി. മണപ്പിക്കാൻ വരുന്നോ? ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. വണക്കം വേണിയമ്മ. ഇങ്ങോട്ട കാലത്ത് കോഴിയൊക്കെ ആയിട്ട്. ചുക്കർക്കടക ഡാം ആൻഡ് ഡ്യൂ. ന്യൂ കുക്ക് അറൈവ്ഡ്. മിസ്റ്റർ ഫെലിക്സ് സ്റ്റാൻസിലാവ്സ് ലാബ്രഡോർ ഫ്രം ഗോവ. നമ്മുടെ ഹോട്ടൽ പുതിയ മുഖം തേടുന്നു. ആ സുധു, വെയിറ്റേഴ്സിന് ആവശ്യമുണ്ടോ? ദാ 3 എണ്ണം. യവന്മാർ ഇവിടുത്തെ സ്ഥിരം വെയിറ്റേഴ്സാ. ഓൾവേസ് വെയിറ്റിംഗ് ഫോർ നത്തിങ്. യവന്മാരെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കണ്ട. യവന്മാർ ഇവിടെ ഇരുന്ന് വേരും നാരായ പേരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും. ഏതെങ്കിലും പെമ്പിള്ളേർ ഇതുവഴി പോകുമ്പം പതുക്കെ കൊണ്ട് ചായ അങ്ങനെ ചാഞ്ഞ് 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 യവന്മാരെ ഫോറസ്റ്റുകാര് വെട്ടിക്കളെ അതോടെ തീരും. ആ സുധു, വൈകിട്ട് വീട്ടിൽ ഷട്ടിൽ കളി തുടങ്ങും. വരുമോ? ഷുവർ, ഐ എം എ ബോൺ ഷട്ടിൽമാൻ. പറ്റേ. ഓക്കേ. ദേവേട്ടാ. ആ ആഹാ, എങ്ങനെയുണ്ടാ സ്വാമി കൊഴുന്തേ? നീ മനസ്സുകൊണ്ട് ഇതൊരു അഗ്രഹാരമായി കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞില്ലേ? ഞാനിതിനെ ഒരു ഒന്നാന്തര അഗ്രഹാരമാക്കി കൈ തരാം. ആ പോയ കാര്യം എന്തായി? അവനെ കൊണ്ടൊന്നും നടക്കുകയല്ല ദേവേട്ടാ. അവനെ റീത്തെ കണ്ടപ്പം അവളുടെ കൂടെ അങ്ങ് പോയി. പിന്നെ ഞാൻ സെക്ഷനിൽ പോയി അന്വേഷിച്ചു. താമസിയാതെ വിളിക്കുന്ന അറിഞ്ഞേ. ദേവേട്ടാ, വേറൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ടിരുന്നേ. വേണിക്കൊരു കല്യാണാലോചന. രാമസുബ്രഹ്മണ്യം, M.Com കാരനാ. ഒരു ഡിമാൻഡും ഇല്ല. കണ്ടാ കൊള്ളാവുന്ന പെണ്ണായിരിക്കണം. എന്താ ജോലി? ബാങ്കിലെ മാനേജരാ. ദാ ജാതകം വരെ ഞാൻ വാങ്ങിച്ചു. നമുക്കൊന്ന് ആലോചിച്ചാലോ ദേവേട്ടാ? ആലോചിക്കാവുന്ന കേസാ. അവളുടെ ജാതകം എടുപ്പില്ലേ? ഉണ്ട്. ആ കയ്യോടെ കൊണ്ടുപോയി പൊരുത്തം നോക്കിച്ചോ, വിട്ടുകളയണ്ട. വേണി. ആ എടാ, അവളിവിടെ ഇല്ല. ഫിഫിയുടെ കൂടെ പുറത്തേക്ക് പോയതാ. പുറത്തേക്ക് പോയോ? ആ പുറത്തെവിടെ? എന്തോ തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഫിഫിയുടെ വീട്ടിൽ കാണും. നീ വന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞില്ലോ അവള് പോകുന്ന കാര്യം? നീ പോയി കഴിഞ്ഞല്ലേ ഫിഫി വന്നത്. ദേവേട്ടൻ എന്തിനാ വിട്ടത്? അവൾ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കല്ലേ. രണ്ടുപേരും കൂടെ ചാപ്പാടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നീ പോയി വിളിച്ചോണ്ട് വന്നാൽ മതി. ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല. വരുമ്പോ വരട്ടെ. തോന്നിയ മാസം കൂടെ കൂടുന്നുണ്ട്.
അളി ഉം. വരച്ച് കഴിഞ്ഞില്ലേ അളി? വരച്ച് കഴിഞ്ഞില്ലേ എളി? നീ ആര് പ്രകാശ് പതുക്കോണോ പറയുമ്പോ വരയ്ക്കാനും വരച്ചതൊക്കെ മായ്ക്കാനും സത്യം പറയാളി, എനിക്കൊരു സ്പോർട്സ് മാൻ്റെ ഗെറ്റപ്പില്ലേ? അതെ 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 അതെ. നീ നോക്കടാ, നൂല് പിടിച്ചതുപോലെ ബ്യൂട്ടിഫുൾ. ഇറങ്ങി പതുക്കോൺ, അപ്പുറത്ത് വേണി പതുക്കോണും നീയും. റൈറ്റ്. We will kill them, baby darling. Okay, Come on, baby. Come Love everybody. Sir, it. Silly. Love one. One love. എവിടാ ഗുഡ് കുടിയോ? ഈവനിങ്, ഗുഡ് ഈവനിങ്. കൂടുന്നോ? ഏയ് നിർത്തണം. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടോ വന്നതാ. ഞാൻ പോട്ടെ. ഈ ഗെയിം തന്നിട്ടു. അത് കഴിച്ചിട്ട് മതി. റെഡി. ഗുഡ് ഈവനിങ് മിസ്റ്റർ നായർ. ഹലോ, ഗുഡ് ഈവനിങ് മേജർ. ഹൗ ടു ഡ്രിങ്ക്? വൈ നോട്ട്? കം ഓൺ. പോരാ. ശരി ദേവടാ. വണ്ണോ. ദാണ്ടെ പോയി. ഡളി. സ്വാമി കുഴന്തേ, ഞങ്ങൾ വന്നു. ഞാൻ പരത്താം. തൊട്ടുപോരുത്. തോന്നിവാസം കുറെ കൂടുന്നുണ്ട്. ആ, എന്തൊരു സ്വഭാവമാണ് ഇത്. എന്റെ സ്വഭാവം മോശമല്ലേ? ഇവിടെ ആർക്കും ഒരു സ്വഭാവ ദൂഷ്യവും ഇല്ല. നീ വെറുതെ ഊതി പെരുപ്പിക്കാതിരുന്നാ മതി. ആരോട് ചോദിച്ചോണ്ടോ പുറത്തേക്ക് പോയത്? എന്നോട് ചോദിച്ചോ? ഡേവിഡിനോട് ചോദിച്ചോ? ആ, എന്നോട് ചോദിച്ചു. ഇനി നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയ നിന്റെ കാലി ഞാൻ തല്ലി പിടിക്കും. നീ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ട. പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞ് ഇന്ന് എനിക്ക് ജാതകം നോക്കാൻ പറ്റിയോ? എനിക്ക് വേണ്ടി ജാതകം കൊണ്ടുവന്നെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേച്ചാ മതി. എനിക്കിപ്പോ കല്യാണം വേണ്ട. മിണ്ടിപ്പോരുത്. അണ്ണൻ തന്നെയല്ലേ പറഞ്ഞത് എനിക്കൊരു ബ്രാഹ്മണ ബന്ധം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന്? അങ്ങനെ ബുദ്ധിമുട്ടി എന്നെ ആരുടെയും തലയിൽ കെട്ടി വെക്കണ്ട. എവിടെ തുടങ്ങിയ കാര്യങ്ങൾ എവിടെ അവസാനിച്ചു? ദയവേട്ട അവള് പറഞ്ഞ് ഇപ്പൊ നീ ഇത് പരത്ത്, മറ്റേ നമുക്ക് ശരിയാക്കാം. ഹലോ ഫിഫി, സാജൻ. സാജൻ, ഡേസേന്റിന് അവിടെ വേണ്ട. ഫ്രെഡിയൊക്കെ കാണും. എപ്പോഴും ആവുമ്പോ. എന്തോന്ന് എപ്പോഴും ആവുമ്പോ? എന്നാ വരണ്ട. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? പിണങ്ങരുത്. ഞാൻ അച്ചായന്റെ കൂടെ പള്ളിയുടെ അവിടെ വരാം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ഷുവർ. വെക്കട്ടെ. ഐ ലവ് യു. അച്ചായ, അച്ചായോ? യെസ് ഫിലോമിന ഫ്രാൻസിസ്. എന്നെ പള്ളി വരെ ഒന്ന് കൊണ്ടുപോവോ? എന്ത് പറ്റി രാവിലെ? കുമ്പസരിക്കാൻ തോന്നുന്നു. സാജൻ അവിടെ വരാന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ഭക്തിയല്ല. കൊണ്ടുപോവല്ലോ എന്ന് പറ. എടി ഭയങ്കര ബോറ. ഞാൻ റോഡിൽ മാറി ബൈക്കിലിരിക്കുന്നതും നിങ്ങൾ കുനുകുനാന്ന് സംസാരിക്കുന്നതും. അച്ചായ പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വേണിയെ കൂടെ ഒന്ന് വിളിക്കും. വേണി എന്തിനാ വിളിക്കുന്നത്? എനിക്കും വല്ലതും സംസാരിച്ചോണ്ടിരിക്കാമല്ലോ. ദേ, വെള്ളത്തിലൊന്നും എടുക്കല്ലേ. അവളൊരു പാവം പെണ്ണാ. നിന്റെ അഭിപ്രായം പറ. ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ? അച്ചായ വേണ്ടേ? എന്തോന്ന് വേണ്ടേ? എനിക്ക് വേണേ ഇഷ്ടം. അച്ചായന് മാത്രം ഇഷ്ടായാ മതിയോ? പോരാ, ഇക്കാര്യം അവളോട് തുറന്നു പറഞ്ഞ് ഒന്ന് സെറ്റിൽ ആകാനാ അവളെ കൂടെ വിളിക്കാൻ പറഞ്ഞത്. അച്ചായൻ അവളോട് വേണ്ടാത്തൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ ഒന്നും മിണ്ടുകല. പിന്നെ എന്തിനാ വിളിക്കുന്നേ? നീയും സാധനം കൂടെ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ലൈനിൽ. ഇത് കൊള്ളാം അല്ലേ? ഏത് കൊള്ളാം? അല്ല, ഈ ഇരുപ്പേ ഐസ്ക്രീം ഒക്കെ കഴിച്ച്. ഐസ്ക്രീം ഇവിടെ അവരത് കൊണ്ടങ്ങ് പോയി. നടന്നു കഴിക്കാമെന്ന് വെച്ചായിരിക്കും. പക്ഷേ ഇതാ അതിന്റെ ഒരു സുഖം. ഒരു കുടക്കീഴിൽ ഞാനിങ്ങനെ കേതാദ്യമാ. എങ്ങനെയൊക്കെ? അല്ല, കയ്യിൽ നിന്ന് കാശ് മുടക്കി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനെയൊക്കെ. അവരെന്തിനാ ചിരിക്കുന്നത്? അവര് ചിരിച്ചോട്ടെ. ചിരിച്ചോട്ടെ. എന്നെ ആക്കി ചിരിക്കുകയാണോന്ന് എന്റെ സംശയം. വേണ്ടാത്തൊന്നും വേണോട് പറയരുന്ന അവളുടെ ഓർഡർ. ഞാൻ വേണ്ടാത്തെല്ലാം പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. ഈ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ഏത് കല്യാണത്തെ പറ്റി? അല്ല, പൊതുവെ കല്യാണത്തെ പറ്റി. ഓ, പൊതുവെ നല്ല അഭിപ്രായം. എനിക്കും അതെ. ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാവുന്നൊരു ഏർപ്പാടാ. എനിക്കും ഒരു കല്യാണം കഴിക്കണം. ഇപ്പോഴല്ല, ആ സാജൻ കാമുകൻ ദുബായി പോയി 1 മാസത്തിനകം ഈ കാമുകൻ പോവും. ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാൽ ഉടൻ
ഒരു കല്യാണം കഴിക്കും. ആര്? നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? ഏ ഏ? തമാശ അല്ല അല്ലേ? ശ്ശോ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അത് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇനി ഓക്കെ. അവര് ഇരുന്നിരുന്നൊരു ലെവലിലായി. നമുക്ക് അങ്ങനെ ഒന്നും വേണ്ട അല്ലേ? വേണ്ട വേണ്ട. അതെ, നമ്മൾ അത്രത്തോളം ഒന്നും ആയില്ലല്ലോ. കഴിക്കും അണ്ണൻ സമ്മതിക്കോ? സമ്മതിപ്പിക്കാം. ദയവായിട്ടുണ്ടല്ലോ.